തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് തന്നെയാണ്. പോളിംഗ് 70% കടന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. നിങ്ങളുടെ പ്രതിനിധികൾ റെഡിയാണ്. തൃശ്ശൂരിൽ നിന്ന് ഹരീഷ്, മലപ്പുറത്ത് നിന്ന് ടി കെ അരവിന്ദൻ, കോഴിക്കോട് നിന്ന് വർഷ, കണ്ണൂരിൽ നിന്ന് അജയ്നാഥ്, വയനാട് നിന്ന് രതീഷ് കുഞ്ചത്തൂർ, കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം എന്നിവരൊക്കെ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ് കുമാർ, വിനേഷ്, നമുക്കിപ്പോൾ അവസാന നിമിഷമാണ്. ശരിക്കും 6 മണിക്ക് തീരേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഈ വരിയിൽ നിന്നവർക്കൊക്കെ വോട്ട് ചെയ്യാൻ അവസരമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ്? കഴിഞ്ഞോ അതോ ഇനിയും ആളുകൾ ഉണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരത്തിലെ തളി സാമൂതിരാജ സ്കൂളിലാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരാണ്. ഏറെക്കുറെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ക്യൂവിലൊന്നും നിലവിൽ ആളുകളൊന്നുമില്ല. നഗരത്തിലെ മിക്ക സ്കൂളുകളിലെയും പോളിംഗ് ബൂത്തുകളിലെയും അവസ്ഥ ഇതാണ്. പക്ഷേ ഗ്രാമീണ മേഖലകളിൽ ഇപ്പോഴും ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം പോളിംഗ് വൈകിയ സ്ഥലങ്ങളുണ്ട്, വൈകിയ പോളിംഗ് ബൂത്തുകളുണ്ട്. അവിടെ മാത്രമാണ് ഇപ്പോൾ വൈകിയിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഏറെക്കുറെ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതുവരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഏറ്റവും അവസാനം, അതായത് ഈ 6 മണിക്ക് പോളിംഗ് ബൂത്ത് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വിവരമനുസരിച്ചാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 75.88% ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ മൊത്തമുള്ളത് 20,35,631 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആകെ 26,82,682 വോട്ടർമാരാണുള്ളത്. ഇതിലാണിപ്പോൾ ഇത്രയും പേർ 20 ലക്ഷത്തി ചില്ലാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഈ ശതമാനക്കണക്കിന് വളരെ കൃത്യമായ ഒരു കണക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഒരു ക്രോഡീകരണം നടക്കേണ്ടതുണ്ട്. അത് ഇനിയും സമയം പിടിക്കും. കഴിഞ്ഞ തവണ നമുക്കറിയാം, കഴിഞ്ഞ തവണ 79.38% കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഏറെക്കുറെ അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ കുറച്ച് നേരത്തെ ഉള്ള ഒരു വിവരം അനുസരിച്ച് നമുക്ക് 80 മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു നമ്മൾ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ അത്ര എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിലെ കോർപ്പറേഷനിലെ ഒരു കണക്ക് മാത്രം വെച്ച് നമുക്ക് കാര്യങ്ങൾ അങ്ങനെ വിശകലനം ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഗ്രാമീണ മേഖലകളിലെ വോട്ട് കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ചെയ്തിരിക്കുന്ന വോട്ട്, അതിന്റെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ ഇപ്രകാരമാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ കണക്ക് വരികയാണെങ്കിൽ വെറും 67.95% ആളുകൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക്, അവിടുത്തെ ആകെയുള്ള പോളിംഗ് അത് മാത്രമാണ്. കൊയിലാണ്ടി നഗരസഭയിൽ എത്തുമ്പോഴത്തേക്ക് 75.18 വരുന്നുണ്ട്. വടകരയിൽ 76% മുകളിൽ വരുന്നുണ്ട്. പയ്യോളിയിലാവട്ടെ 75% മുകളിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉള്ളത് രാമനാട്ടുകരയാണ്, 80% മുകളിലാണ്. ഫറോക്കിൽ 75% മുകളിലുണ്ട്. കൊടുവള്ളിയിൽ 76% മുകളിലുണ്ട്. മുക്കം 78% മുകളിലുണ്ട്. ഇത് 5:54 പുറത്തു വന്ന ഒരു കണക്കാണ്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കണക്ക് എല്ലാം നഗരസഭകളിലാണ്. ഗ്രാമീണ മേഖല ഗ്രാമപഞ്ചായത്തുകളിലേക്ക് പോകുമ്പോൾ ഇതിലും കൂടുതൽ ശതമാനമുണ്ട്. 80% മുകളിൽ എല്ലാം എത്തിയതാണ്. മിക്കവാറും എല്ലാം തന്നെ ഇപ്പോൾ നേരത്തെ വന്ന കണക്കനുസരിച്ചാണെങ്കിൽ 5 മണിയുടെ കണക്കനുസരിച്ച് 5 മണിക്ക് തന്നെ അഴിയൂര് മുതൽ ഏകദേശം ചോറോട് വരെ 70% മുകളിലാണ്. അതിൽ 70% മുതൽ 79% വരെയുണ്ട്. ഏറെക്കുറെ നമ്മൾ കണക്കൂട്ടുന്ന കഴിഞ്ഞ തവണത്തെ 79%ലേക്ക് തന്നെ ഇത്തവണയും എത്തിയേക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളും വെബ്കാസ്റ്റിംഗും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ